നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും കുറിച്ചാണ്. നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും റോഡുകൾ, കുളങ്ങൾ, തോടുകൾ, കനാലുകൾ, പൊതുവഴികൾ എന്നിവയ്ക്ക് സമീപം അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതോ ഭൂമി കൈവശപ്പെടുത്തി ഉപയോഗിക്കുന്നതോ കാണാറുണ്ട്. പലർക്കും ഇത് ചെറിയ കാര്യമെന്ന് തോന്നാം. എന്നാൽ നിയമപരമായി ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ സാമ്പത്തികമായും നിയമപരമായും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ആദ്യം പുറമ്പോക്ക് ഭൂമി എന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. റവന്യൂ രേഖകളിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് പുറമ്പോക്ക്. ഇത് വ്യക്തിഗതമായി ആരുടെയും സ്വന്തമല്ല, പൊതുപ്രയോജനത്തിനായി മാറ്റിവെച്ച ഭൂമിയാണ്. റോഡ് പുറമ്പോക്ക്, കുളം പുറമ്പോക്ക്, തോട് പുറമ്പോക്ക്, നദീതടം, പൊതുസ്ഥലങ്ങൾ എന്നിവ ഇതിൽപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഭൂമികൾ നിയന്ത്രിക്കുന്നത് കേരളത്തിൽ പ്രധാനമായും കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയനും പങ്കുണ്ട്. ഇപ്പോൾ ചോദ്യം, അനധികൃത കയ്യേറ്റം എന്ന് പറയുന്നത് എന്താണ്? അനുമതിയില്ലാതെ സർക്കാർ ഭൂമിയിൽ മതിൽ കെട്ടുക, വീട് പണിയുക, ഷെഡ് സ്ഥാപിക്കുക, കട തുറക്കുക, കുളം നികത്തുക, റോഡ് ചുരുക്കുക, മണ്ണ് നിറച്ച് ഭൂമി സ്വന്തമാക്കുക എന്നിവ എല്ലാം കയ്യേറ്റമായി കണക്കാക്കപ്പെടും. പലപ്പോഴും ആളുകൾക്ക് സർവേ അതിർത്തി വ്യക്തമല്ലാത്തതിനാൽ ചെറിയ അളവിൽ ഭൂമി സർക്കാർ ഭാഗത്തേക്ക് നീളിപ്പോയേക്കാം. പക്ഷെ അതുപോലും നിയമപരമായി പ്രശ്നമാകാം. ഇത്തരം ഒരു കയ്യേറ്റം സർക്കാർ കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കും എന്നതാണ് അടുത്ത കാര്യം. ആദ്യം വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ സ്ഥലത്ത് എത്തി പ്രാഥമിക പരിശോധന നടത്തും. തുടർന്ന് താലൂക്ക് സർവേ നടത്തി FMV സ്കെച്ച് പരിശോധിച്ച് യഥാർത്ഥ അതിർത്തി നിർണ്ണയിക്കും. സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതായി കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് ഷോ കോസ് നോട്ടീസ് നൽകും. സാധാരണയായി 7 മുതൽ 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ സമയം നൽകും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ എവിക്ഷൻ നടപടികൾ ആരംഭിക്കും. അനധികൃതമായി പണിത കെട്ടിടം പൊളിക്കാൻ ഉത്തരവ് നൽകാം. ആവശ്യമെങ്കിൽ പോലീസ് സഹായത്തോടെ ഡെമോളിഷൻ നടത്താം. സർക്കാർ ഭൂമി തിരികെ കൈവശപ്പെടുത്തും. ഇതിനൊപ്പം അനധികൃത ഉപയോഗത്തിനുള്ള പിഴയും ഈടാക്കാം. ചിലപ്പോൾ ഡെമോളിഷൻ ചെലവും ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്നും വീണ്ടെടുക്കും. നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. റവന്യൂ നിയമങ്ങൾ പ്രകാരം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. സാഹചര്യങ്ങൾ ഗുരുതരമായാൽ ക്രിമിനൽ കേസുകളും രജിസ്റ്റർ ചെയ്യാം. പൊതുസ്വത്ത് നശിപ്പിക്കൽ, ട്രസ്പസ് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്താം. ഇത്തരത്തിലുള്ള കേസുകൾ കോടതി വരെ പോകാം. പൊതുതാൽപര്യ വിഷയമായാൽ കേരള ഹൈക്കോടതി വരെ കേസുകൾ എത്താം. പ്രത്യേകിച്ച് കുളം, തോട്, നദി എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതി കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം റെഗുലറൈസേഷൻ സാധ്യമാണോ എന്നതാണ്. റോഡ്, കുളം, തോട് പോലുള്ള പൊതുപ്രയോജന ഭൂമികൾ സാധാരണയായി റെഗുലറൈസ് ചെയ്യാറില്ല. ചില പ്രത്യേക സർക്കാർ പദ്ധതികൾ വന്നാൽ മാത്രമേ അപൂർവമായി പരിഗണിക്കൂ. എന്നാൽ ജലാശയങ്ങൾ പോലുള്ള ഭൂമികൾക്ക് സാധാരണയായി നിയമപരമായ ഇളവുകൾ ലഭിക്കില്ല. ഇന്ന് ചെറിയ ഭാഗം മാത്രം കൈവശപ്പെടുത്തിയെന്ന് കരുതിയാലും നാളെ കോടതി ഉത്തരവോടെ പൂർണ്ണമായും ഒഴിപ്പിക്കേണ്ട സാഹചര്യം വരാം. ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ശ്രദ്ധിക്കണം. അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് ഭാവിയിൽ ബാങ്ക് ലോൺ ലഭിക്കണമെന്നില്ല. രജിസ്ട്രേഷൻ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം. വാങ്ങുന്നവർക്കും നിയമപ്രശ്നം വരാം. ഒരു ചെറിയ ലാഭത്തിനായി എടുത്ത തീരുമാനം പിന്നീട് വലിയ നഷ്ടത്തിലേക്ക് നയിക്കാം. ഇനി ജനങ്ങൾ എന്ത് ചെയ്യണമെന്നതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ഭൂമിയുടെ അതിർത്തി വ്യക്തമായി അറിയാൻ സർവേ നടത്തുക. വില്ലേജ് ഓണിൽ നിന്നും രേഖകൾ പരിശോധിക്കുക. സംശയമുള്ള ഭാഗങ്ങൾ ഉടൻ നിയമപരമായി പരിഹരിക്കുക. അനധികൃതമായി സർക്കാർ ഭാഗത്ത് കടന്നിട്ടുണ്ടെങ്കിൽ സ്വമേധയാ തിരുത്തുന്നത് നല്ലതാണ്. പരാതി വന്ന ശേഷം കാത്തിരിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി ശരിയാക്കുന്നത് സുരക്ഷിതമാണ്. സർക്കാർ ഭൂമികൾ സംരക്ഷിക്കുന്നത് സർക്കാർ മാത്രമല്ല, ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. കുളം, തോട്, റോഡ് എന്നിവ പൊതുസമ്പത്താണ്. അവയെ സംരക്ഷിക്കാതെ പോയാൽ പരിസ്ഥിതിക്കും സമൂഹത്തിനും വലിയ ദോഷം സംഭവിക്കും. വെള്ളപ്പൊക്കം, ജലക്ഷാമം, ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കും ഇത് കാരണമാകാം. അവസാനമായി പറയേണ്ടത് ഇതാണ്: സർക്കാർ പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തുന്നത് താൽക്കാലികമായി ഗുണം തരുന്നതായി തോന്നാം. എന്നാൽ നിയമപരമായി അത് നിലനിൽക്കില്ല. സർവേ, നോട്ടീസ്, പിഴ, ഡെമോളിഷൻ,
കോടതി നടപടികൾ എന്നിവയിലൂടെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അതിനാൽ നിയമാനുസൃതമായ വഴികളിൽ മാത്രം പ്രവർത്തിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക. സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട റവന്യൂ ഓഫീസിൽ ചോദിച്ച് ഉറപ്പാക്കുക. ഇതിലൂടെ നമുക്ക് നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാനും നമ്മുടെ സമൂഹത്തിന്റെ പൊതുസമ്പത്ത് സംരക്ഷിക്കാനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ ബെൽ ബട്ടൺ അമർത്തുക.